നീ നീ എന്താ ഇവിടെ? ഏട്ടനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ഏട്ടൻ ഉറങ്ങിക്കോ. ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തു പോ. അതല്ല ശ്രീകരേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എണീറ്റ് പോവാനാ പറഞ്ഞേ. അയ്യോ ബഹളം ഉണ്ടാക്കണ്ട, ഇറങ്ങിക്കോളാം. ശ്രീകരേട്ടാ അവിടെ നിന്നാ മതി, അടുത്തേക്ക് വരരുത്. എന്റെ റൂമിലേക്ക് എന്തിനാ വന്നേ? എന്റെ ബെഡിൽ എന്തിനാ നീ കിടന്നേ? നിനക്ക് തീരെ നാണമില്ലേടി? കല്യാണം കഴിക്കേണ്ടല്ലേ, പിന്നെ ഇതിലെന്താ തെറ്റുള്ളേ? ജസ്റ്റ് കൈവച്ച് കിടക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. അതിൽ കൂടുതൽ മറ്റൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഗോഡ് പ്രോമിസ്. പുറത്തിറങ്ങിപ്പോ. ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാ? നീ ഇനി ഒന്നും പറയണ്ട, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ജസ്റ്റ് ഒന്ന് എനിക്ക് പറയാനുള്ളെങ്കിലും കേൾക്ക്. എന്താ പറയാനുള്ളേ? നീ ഈ ചെയ്ത തോന്നിവാസങ്ങളൊന്നും പോരെ. ഹലോ, എക്സ്ക്യൂസ് മീ, മൈൻഡ് യുവർ ലാംഗ്വേജ്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? എന്തോ ഏട്ടന്റെ അടുത്ത് വന്നൊരു കിസ്സും ഹഗും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതി വേലി ചാടുന്ന പെണ്ണിനെ പോലെയാണോ കരുതുന്നത്? ശരിക്കും ഞാൻ ഈ റൂമിലേക്ക് വന്ന എന്തിനാണെന്ന് വെച്ചാ എനിക്ക് പേടി തോന്നിയിട്ടാ, അതുകൊണ്ടാ വന്നേ. നിനക്കും പേടി തോന്നിയെന്നോ? അത് വലിയൊരു സംഭവമായി പോയല്ലോ. പെണ്ണല്ലേ ചേട്ടാ, പേടി ഉണ്ടാവില്ലേ? എന്ത് തെറ്റാ ചെയ്തത്? അത് എന്താ അങ്ങനെ ചോദിച്ച്? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലേ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു കാണും. അങ്ങനെയൊന്നുമില്ല. നിന്റെ നാവ് കള്ളം പറയുമെങ്കിലും നിന്റെ മുഖത്ത് സത്യം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ടു മച്ച്. കല്യാണം കഴിയാതെ ഈ റൂമിലേക്ക് കയറി വരുന്നതാ ടു മച്ച്. ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഈ ഒരു ഒറ്റ രാത്രി ഞാൻ ഇവിടെ നിന്നോട്ടെ ഏട്ടാ. അത് ശരിയാവില്ല, ഇറങ്ങിപ്പോ പ്ലീസ് ഏട്ടാ. ഞാനിപ്പോ എല്ലാരെയും വിളിച്ചു കൂട്ടണോ? എല്ലാരും വിളിച്ച് കാണിച്ചു കൊടുക്കാൻ ഇതെന്താ സിനിമയോ മറ്റോ ആണോ? എനിക്കൊന്നും കേക്കണ്ട, പുറത്തിറങ്ങി പോ. പോവാനല്ലേ പറഞ്ഞത്? ഏട്ടാ ശ്രീകരേട്ടാ, ശ്രീകരേട്ട, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് പ്ലീസ്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിച്ചു കഴിഞ്ഞാ നല്ലതിനായിരിക്കില്ല. അവളുടെ താലി അറുക്കാൻ പറ്റിയില്ല, കൂടാതെ ശ്രീകരേട്ടന്റെ റൂമിൽ നിൽക്കാനും പറ്റിയില്ല. ആ ടൈമിലാണല്ലോ ഓരോരോ ടാസ്ക് ഏറ്റെടുത്ത്. ഓ നിങ്ങളെ നിഹാരികയുടെ റൂമിൽ നിന്ന് വരുന്നത് എന്താ? അവനി അത് ഞാൻ ഉമ്മകൊടുക്കലൊക്കെ കൊടുത്ത അവസാനം റൂമിലേക്ക് പോക്ക് വരവായ. അയ്യോ, ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഞാൻ ഈ കണ്ടതൊക്കെ സത്യമാണോ? താൻ കണ്ടത് സത്യവാ, പക്ഷെ താൻ ചിന്തിച്ചു കൂട്ടുന്ന ഒക്കെ തെറ്റാ അവനി. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ അവനി. താൻ വെറുതെ ചൂടാവല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണല്ലേ. വായ അടച്ചു വെക്ക്. ഞാനൊന്ന് പറയട്ടെ, ജസ്റ്റ് ഒരു മിനിറ്റ്. താനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയി പോവല്ലേ, ഒരു ചെറിയ സ്പേസ് തന്നാ എനിക്കും സംസാരിക്കാലോ.
ഞാൻ നിർത്തിയല്ലോ. ഇനി നിങ്ങൾ പറ, ശരിക്കും എന്താ ഉണ്ടായെന്നറിയോ? എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കി പറ. ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാലേ നല്ല അടി കിട്ടും കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ പറ. ഞാൻ നല്ല കുട്ടിയായി എന്റെ റൂമിൽ കിടന്ന് ഉറങ്ങായിരുന്നു. ഉറങ്ങന്നെയായിരുന്നു, സത്യ. ആയിരുന്നുവെന്ന് പറഞ്ഞല്ലോ. ആ സമയത്തെ നിഹാരിക എന്റെ റൂമിലേക്ക് വന്ന് എന്റെ അടുത്ത് കയറി കിടന്നു. അടുത്ത് കിടന്നോ? അടുത്തെന്ന് വെച്ചാ കുറച്ച് അപ്പുറത്തായിട്ട്. എന്നിട്ടോ? ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേ ആകെ ഞെട്ടിപ്പോയടോ. ഞാൻ വഴക്ക് പറഞ്ഞപ്പോ അവക്ക് പേടിയായിട്ടാ, അതുകൊണ്ട് എന്റെ റൂമിലേക്ക് വന്നെന്നാ അവള് പറഞ്ഞത്. അവൾക്ക് പേടിയുണ്ടെന്നോ? അവളെയാ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും പേടിയുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അങ്ങനെ അവള് പറഞ്ഞ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? അവളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചോ? ദിസ് ഇസ് ടു മച്ച് ആവനി. ശരി, പറ. എന്റെ റൂമിലേക്ക് വരാൻ പാടില്ല, വേണമെങ്കിൽ ചേച്ചിയുടെ റൂമിലേക്കോ കാവ്യയുടെ റൂമിലേക്കോ പൊക്കോ എന്ന് പറഞ്ഞു. അവരുടെ റൂമിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു കാണുമല്ലോ. എക്സാക്ട്ലി. എന്താന്ന് വെച്ചാ ചക്കര കിടക്കുന്ന റൂമിലേക്കല്ലേ കട്ടുറുമ്പ് കേറി വരുള്ളൂ. ഇതാ നോക്ക്, താൻ എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടേ എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറയാ. നിങ്ങൾക്ക് അങ്ങനെ തോന്നൂ. എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി ചക്കരെ. അവളെ തൊട്ടിട്ട് വന്നല്ലേ, എന്നെ തൊടാൻ നിൽക്കണ്ട. ഇതുകൊണ്ടാ പറയുന്നേ, ഒരു വലിയ സുനാമി വന്നു കഴിഞ്ഞാലും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന്. പക്ഷെ പെണ്ണിന്റെ മനസ്സിനെ അടക്കി നിർത്താൻ പറ്റില്ല എന്ന്. അത് കഴിഞ്ഞ് നിഹാരികയെ വലിച്ചുകൊണ്ട് പോയി അവളുടെ റൂമിലാക്കിയിട്ട് ഇപ്പൊ തിരിച്ചു വന്നു. അപ്പൊ നോക്കിയപ്പോ താൻ എന്റെ മുന്നിൽ നിൽക്കുന്നു. ഗോഡ് പ്രോമിസ്. ഇതാണോ സംഭവിച്ചേ? നിഹാരിക പേടികൊണ്ടൊന്നും വന്നല്ല എന്ന് എനിക്ക് മനസ്സിലായി. സംതിങ് ഈസ് ദേർ ആവനി. എന്റെ റൂമിലെയും ഫ്ലവർ വീസ് താഴെ വീണിരുന്നു. ആ ശബ്ദം കേട്ട് എണീറ്റ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ ആരെയും കാണാൻ കഴിഞ്ഞില്ല. നിഹാരികയുടെ കാര്യത്തിലെ നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം അവനി. നമ്മളെ രണ്ടുപേരെയും തമ്മിൽ അകറ്റാൻ വേണ്ടി നിഹാരിക്ക് എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ കെട്ടിയ താലി തന്റെ കഴുത്തിലുള്ളപ്പോ നമ്മളെ ആർക്കും അകറ്റാൻ പറ്റില്ല. ഇനി ആരെങ്കിലും അങ്ങനെ അകറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാ നമ്മൾ അടുക്കേയുള്ളൂ. കഴുത്തി നിന്ന് താലി ഒഴിഞ്ഞ് വീഴരുതെന്ന് ആ ദൈവം തീരുമാനിച്ചതുപോലെ അതേ സമയത്ത് തന്നെ ആ കാറ്റിനടിക്കണമായിരുന്നോ? ഛേ, നല്ലൊരു ചാൻസാ മിസ്സായി പോയെ. ഇല്ലായിരുന്നെങ്കി ആ താലി അറുത്ത് തീയിലിട്ട് കരിച്ച് കളഞ്ഞേനെ ഞാൻ. ആ അവനിയുടെ കണ്ണ് നിറഞ്ഞു ഒലിക്കുന്നത് കാണായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അവനിയുടെ കഴുത്തിലാ താലി കാണരുത്. അവരുടെ താലിബന്ധം ഇല്ലാതായാലേ ഞങ്ങളുടെ ബന്ധം സ്ട്രോങ് ആവുള്ളൂ. ആരാണാ? നിഹാരിക മേഡമാടാ. യുവരാത്രിയുടെ അന്നേ നമ്മളെ ഡ്രാമയിലെ ആർട്ടിസ്റ്റുകളാക്കിയ പോലെ ഈ തവണ പുതിയ ഡ്രാമ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? വേണ്ട, നിങ്ങൾ എടുക്കണ. പറഞ്ഞോളൂ മേഡം. മുമ്പ് തന്ന പോലെ അത്ര വലിയ പണിയൊന്നും അല്ല. വളരെ ചെറിയൊരു കൊട്ടേഷൻ ഞാൻ നിനക്ക് തരാം. ആ അവനുടെ കഴുത്തിലൊരു താലി കിടപ്പുണ്ട്, അതങ്ങ് പൊട്ടിച്ച് കൊണ്ടുപോയാ മതി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മിസ്ഫയർ ആവുമെങ്കിലും എപ്പോഴും അങ്ങനെ സംഭവിക്കില്ലല്ലോ മേഡം. കാര്യം എന്താണെന്ന് പറ. നിങ്ങളോട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. അവളുടെ താലി നിങ്ങൾ പൊട്ടിച്ചു കൊണ്ടു തരണം. താലി പൊട്ടിച്ചാ മതിയോ? നിസ്സാര കാര്യമല്ലേ. അത്ര സിമ്പിൾ ആയിട്ട് എടുക്കാൻ നിക്കണ്ട. ആ താലിക്ക് വേണ്ടി അവളുടെ പ്രാണം പോലും അവള് കളഞ്ഞേക്കും. ചെയിൻ സ്നാച്ചേഴ്സ് ഈസി ആയിട്ട് പൊട്ടിക്കുന്നത് പോലെ ആ താലി പൊട്ടിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഈസി അല്ല. കത്തി കാണിച്ച് പേടിപ്പിക്കുന്നതും ഗണ്ണ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതും നിങ്ങളുടെ ഇഷ്ടം. നാളെ ആവനിക്ക് വേണ്ടി കാത്തിരിക്കണം. കിട്ടുന്നിടത്ത് വെച്ച് ജോലി തീർത്തേക്കണം. ശരി മേഡം.
അബദ്ധത്തിൽ പോലും എന്റെ പേര് പുറത്ത് പറഞ്ഞേക്കരുത്, മനസ്സിലായോ? ഒരിക്കലും ഇല്ല മാഡം. ആവണിയുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആവോ? ഫോട്ടോ അയച്ചേക്കാം. ശരി മാഡം. ആ, കൂടുതലായിട്ടും പാലാരിവട്ടം ഭാഗത്തുള്ള അവളുടെ ഫ്രണ്ട് സുജാതയെ കാണാൻ അവള് പോകാറുണ്ട്. ആ ഭാഗത്ത് എവിടെയെങ്കിലും കാത്തിരുന്നാ മതി, അവളെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഞങ്ങൾ ഏറ്റു മാഡം. ആദ്യം മാഡം ഫോട്ടോ അയക്കേ, പിന്നെ അവണി പുറത്ത് വരേണ്ട താമസം. ഞങ്ങളുടെ കണ്ണിപ്പെട്ട വേറെ 5 മിനിറ്റ് കൊണ്ട് ഈ പണി ഞങ്ങൾ തീർത്തിരിക്കും. എന്ന് ശരി മാഡം. പണി എന്താണ്? ആവണിയുടെ കഴുത്തിലെ താലി അടിച്ചു മാറ്റണം അത്രേ. നമ്മൾ ചെയ്യുന്ന ജോലി എന്താ? അവള് തരുന്ന പണി എന്താ? എന്താ അണ്ണാ ഇത്? എന്ത് പണിയായാലും എന്താടാ, നമുക്ക് ആവശ്യമുള്ളത് പൈസയല്ലേ. നാളെ ആദ്യം തന്നെ ഈ പണി തീർത്ത ശേഷം മറ്റു പണി നമുക്ക് നോക്കാം. ആവണി, നാളെ നീ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാ താലി മാത്രമായിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അല്ലെങ്കിൽ നിന്റെ ജീവനും കൊണ്ടേ പോകൂ. അവനി, ഏത് താലി നിലനിർത്താനാണോ നീ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആ താലി നാളെ നിനക്ക് നഷ്ടപ്പെടാൻ പോവാ. ഗെറ്റ് റെഡി അവനി. ആവണി ഏകദേശം ഈ ഏരിയയിലേക്ക് എത്താറായിട്ടുണ്ടെന്നാ നിഹാരിക മാഡം പറഞ്ഞത്. ആവണി നമ്മുടെ കണ്ണി പെട്ടാലുടനെ താലി പൊട്ടിച്ചെടുത്ത് നിഹാരിക മാഡം വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി നമുക്കവരെ മീറ്റ് ചെയ്യണം. താലി മാഡത്തിന് കൊടുത്തിട്ട് നമ്മുടെ പണവും വാങ്ങി നമ്മൾ സ്ഥലം വിടും. ഗുണ്ടകളെ കണ്ട ആർക്കാണെങ്കിലും പേടി തോന്നും. താലിക്ക് വേണ്ടി അവനെ എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും എന്റെ ആൾക്കാരെ എങ്ങനെയെങ്കിലും ആ താലി പൊട്ടിച്ചെടുത്തിരിക്കും. അണ്ണാ, അതാ വരുന്നുണ്ട് ആവണി. വടാ. ആരാ നിങ്ങള്? എന്തിനിങ്ങനെ വഴി തടഞ്ഞു നിൽക്കുന്നേ? മാറി നിൽക്ക്. നിന്നെ കാത്തു തുടങ്ങിയിട്ട് കുറെ നേരായി. കൺമുമ്പിൽ വന്ന് വെട്ടാ പിന്നെ ഞങ്ങളുടെ ജോലി അങ്ങ് തീർക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? ഞങ്ങൾക്ക് ഒരുപാട് സമയമില്ല. മര്യാദയ്ക്ക് കോപ്പറേറ്റ് ചെയ്താ ഒരക്ഷരം പോലും മിണ്ടാതെ ഞങ്ങൾ അങ്ങ് പോയിക്കോളാം. അതല്ല എതിർക്കാനാ ഭാവമെങ്കിൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. എന്താ വേണ്ടത്? ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കേ. നിന്റെ കഴുത്തിലൊരു താലി കിടപ്പില്ലേ, അതാണ് വേണ്ടത്. അത് മര്യാദയ്ക്ക് ഇതാ. എന്റെ കഴുത്തിൽ എങ്ങനെ താലി ഉണ്ടാവുന്നേ? ഇല്ല. ഈ കിടക്കുന്നത് സ്വർണ്ണമാലയല്ലേ? ഇത് താലിയല്ല. ഞങ്ങളുടെ അടുത്ത് അഭിനയിക്കണ്ട. മര്യാദയ്ക്ക് നീ താ. ഞങ്ങളുടെ അടുത്തൊന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അതൊരിക്കലും നടക്കില്ല. നീ എത്ര കാറി കൂവിയാലും നിന്നെ രക്ഷിക്കാൻ ഒരാൾ പോലും ഇവിടെ വരില്ല. നിന്റെ കരച്ചിൽ ഇവിടെ ഒരാളും കേൾക്കില്ല. മര്യാദയ്ക്ക് തന്നോ? എന്റെ ജീവൻ പോയാലും ഞാൻ വിടില്ല. എന്നാ പിന്നെ ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. തരാനാ പറഞ്ഞേ. ഉടുമ്പ് പിടിച്ച പോലെയാ ഈ പിടി പിടിക്കടാ. നോക്കി നിങ്ങളെ പാടാ. മര്യാദയ്ക്ക് തരാനല്ലേ നിന്നോട് പറഞ്ഞേ.
ചേച്ചി ആരാടി നീ? ഒരു പെണ്ണിന്റെ താലി സംരക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ ദൈവമാടാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ആദ്യം ഇവിടെ തീർക്കാൻ നോക്കണം. എന്തിനാടാ പേടിച്ചോടുന്നേ? വാടാ വാടാ. സാക്ഷാൽ അമ്മ പറഞ്ഞയച്ചതുപോലെ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ വന്ന് എന്റെ താലിയെ സംരക്ഷിച്ചു ചേച്ചി. ഈ താലി എന്റെ കഴുത്തിൽ നിന്ന് 2 തവണ നഷ്ടപ്പെട്ടപ്പോഴും ശ്രീകരേട്ടന് 2 വലിയ അപകടങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഏട്ടന് ഭാഗ്യമുള്ളതുകൊണ്ട് വേറെ വലിയ അപകടങ്ങളൊന്നും വരാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം കെട്ടിയ താലി എന്റെ കഴുത്തിലുള്ളപ്പോ മാത്രമേ അദ്ദേഹത്തിന് പരമശിവന്റെ രക്ഷയുണ്ടാവൂ. ഇല്ലെങ്കിൽ മരണം വേട്ടയാടുമെന്നാണ്. ഒരുപാട് താങ്ക്സ് ചേച്ചി. നിങ്ങളുടെ കല്യാണത്തിന്റെ സാക്ഷ്യം ചെന്നൈയിൽ നിന്ന് വന്ന മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ ബന്ധത്തിന്റെ ബലം ഈ താലിയ. ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയത്ത് എന്നെ പോലെ ആരെങ്കിലും ഒരാൾ നിന്നെ സഹായിക്കാൻ വരും. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വീട്ടില് ഭദ്രമായി ഞാൻ എടുത്തു വെച്ചതാ. പക്ഷെ താലിയുടെ കാര്യത്തിൽ മാത്രം എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വന്നവരൊന്നും ഈ താലി മോഷ്ടിക്കാൻ വേണ്ടി വന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോ പറഞ്ഞിട്ട് വന്നതുപോലെ ചേച്ചി എനിക്ക് തോന്നിയത്. നിന്റെ കഴുത്തിലെ താലിയെക്കുറിച്ച് എനിക്കും നിനക്ക് ശ്രീകരനും അല്ലാതെ വേറെ ആർക്കാ അറിയുന്നേ? നിഹാരികയ്ക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പോ ഇവരെ ആരയക്കാനാ? അല്ല ചേച്ചി, എന്തോ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ആരോ മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇത്ര നേരമായിട്ട് അവര് വിളിക്കാത്തത് എന്താ? മേഡം 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 നിങ്ങളുടെ മുഖത്തുള്ള ഈ പാടുകൾ വെച്ച് നോക്കുമ്പോ ആ താലി പൊട്ടിക്കാൻ വേണ്ടി ഒരു വലിയ യുദ്ധം തന്നെ നടന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോ പോയ കാര്യം സക്സസ് ആയെന്ന് സാരം. പെട്ടെന്നിങ്ങ് തന്നെ ആ താലി എനിക്ക് തീയിലിട്ട് കരിച്ചു കളയണം. അപ്പൊ മാത്രമേ എന്റെ തലയിൽ തീ അടങ്ങൂ. സോറി മേഡം, പോയ കാര്യം നടന്നില്ല. വാട്ട്? അതെ മേഡം, ശരിക്കും ഉണ്ടായത് എന്താന്ന് വെച്ചാ പെണ്ണ് വന്ന് ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നടന്നേനെ. അവളെ കാണാൻ ഒരു പൂച്ച കുഞ്ഞാണെങ്കിലും അലറിക്കോവി ആളെ വിളിച്ചു. നാണമില്ലേ ഇങ്ങനെ വന്ന് പറയാൻ? എല്ലാത്തിനും കാണാൻ പോത്തുപോലെ ഉണ്ടല്ലോ. ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി പോലും പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക്. അത് കെട്ടിയത് ആരാണെങ്കിലും കെട്ടിയത് നല്ല മുഹൂർത്തത്തിൽ തന്നെയാ മാഡം. അതുകൊണ്ടാ അവരുടെ ബന്ധത്തിന് ഇത്രയും ശക്തി. വേണ്ടാത്തത് വല്ലതും പറഞ്ഞാണ്ടല്ലോ ചെരിപ്പൂരി അടിക്കും ഞാൻ.